മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം അത് ആ രീതിയിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ ആക്രമണം ഉണ്ടാകും എന്നാണ് ഇറാൻ കഴിഞ്ഞ മണിക്കൂറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെയുള്ള ആക്രമണം എന്ന രീതിയിൽ തന്നെ അതിനെ കാണുന്നു. പക്ഷേ GCC രാജ്യങ്ങളുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുക എന്നുകൂടി ഇറാൻ പറയുമ്പോൾ അതിൽ ഇനിയിപ്പോൾ GCC രാജ്യങ്ങൾ ഏത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇന്ത്യ ഏത് രീതിയിലാണ് പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്, അതിന് വിശദാംശങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നടക്കുന്ന ഈ സംഘർഷം അതിൽ കൃത്യമായി ഇന്ത്യ അത് കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ പ്രവാസികളുടെ ഒരു വലിയ സംഘം തന്നെ GCC രാജ്യങ്ങളിൽ വിവിധയിടങ്ങളിലായി ഉണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുമായുള്ള നിരന്തര ചർച്ച അത് ഇന്ത്യ നടത്തുന്നുമുണ്ട്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ രാഷ്ട്രത്തലവന്മാരെ വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലും എല്ലാമുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രാഥമികമായിട്ടുള്ള ഒരു മുൻഗണന ഇപ്പോൾ നൽകുന്നത്. അതിനുവേണ്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും വിവിധ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരെ വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എംബസി മുഖേന ഈ ഇന്ത്യക്കാരിലേക്കും ഇന്ത്യൻ സമൂഹത്തിലേക്കും എത്തിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു നൽകാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം അത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ് കുറച്ചെങ്കിലും ആശങ്കയുള്ളത്. അതായത് വിമാനങ്ങൾ മുടങ്ങി, അതുകൊണ്ട് പലരും നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാതെ കുടുങ്ങിക്കിടുന്നവർ, അവർക്കെല്ലാം തന്നെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം ഇപ്പോൾ ഈ വ്യോമയാന അതിർത്തികളെല്ലാം തന്നെ ഭാഗികമായി തുറന്നതോടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾ 24 സർവീസുകൾ UAE-യിലേക്കും GCC-യിലേക്കും അതുപോലെ തിരിച്ചും നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സർവീസുകൾ, അത് അന്താരാഷ്ട്ര കാരിയറുകളുടെ സർവീസുകൾ, എമിറേറ്റ്സും എത്തിഹാദും ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ 9 സർവീസുകൾ നടത്തിയിട്ടുണ്ട്. ഈ നാളത്തേക്ക് ഇത് 58 സർവീസായി 24 നിന്നും 58 സർവീസായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കരുതലാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലൂടെ ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടക്കി എത്തിക്കാനോ അതല്ലെങ്കിൽ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനോ ആയിട്ട് സാധിക്കുമെന്നുള്ള കാര്യം അവിടെയുണ്ട്. അതിനുവേണ്ടി വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മുൻഗണന. ഈ സാധാരണ സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് മുൻപ് തന്നെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെയായി പ്രത്യേക സർവീസ് എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഇൻഡിഗോയും എയർ ഇന്ത്യയും എയർ ആകാശയും സ്പൈസ്ജെറ്റും എല്ലാം തന്നെ ഇപ്പോൾ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. കൊച്ചിയിലേക്കും ഹൈദരാബാദിലേക്കും ബംഗളൂരിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും എല്ലാം തന്നെ നാളെയും മറ്റന്നാളും സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അടിയന്തര ഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മടക്കിയെത്താനായിരിക്കും. അതിനുശേഷമായിരിക്കും സാധാരണഗതിയിലുള്ള സർവീസുകൾ ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് UAE, അതുപോലെ സൗദി, ഒമാൻ, കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു അടിയന്തര ഒഴിപ്പിക്കലിന് ആവശ്യമില്ല. അത്തരത്തിൽ വലിയൊരു ആശങ്ക ആ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചില്ല. പക്ഷേ ഇറാന്റെ സ്ഥിതി അങ്ങനെയല്ല. അവിടെ ടെഹ്റാനിൽ തന്നെ വലിയ ആപത്തുണ്ട്. ആ ആപത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഇറാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ബഹുഭൂരിപക്ഷമുള്ളതും വിദ്യാർത്ഥികളാണ് ഇന്ത്യക്കാരായിട്ടുള്ളത്. ബാക്കി തീർത്ഥാടകരുണ്ട്, വ്യാപാരികളുണ്ട്. ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ കോം എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് റോഡ് മാർഗമാണ് മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ തങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് ഭക്ഷണം, മരുന്ന് എല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഇത് ഇറാനിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭഘട്ട നടപടി എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ 2025 അവസാനം ഈ ഫോർദോ ആണവ നിലയം ഉൾപ്പെടെ 3 ആണവ നിലയത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ബോംബാക്രമണം നടത്തി അവിടെ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പോയ സമയത്ത് ഇന്ത്യക്കാരെ ടെഹ്റാനിൽ നിന്നും കോമിലേക്ക് ഒഴിപ്പിച്ച് അവിടെ നിന്നായിരുന്നു ജോർദാനിലേക്കും ഈജിപ്തിലേക്കും എത്തിച്ച് വിമാനമാർഗം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും മറ്റിടങ്ങളിലേക്കും എല്ലാം തന്നെ എത്തിച്ചത്. സമാന മാർഗം തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനും സാധിക്കും. അത് കഴിഞ്ഞാൽ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ, അതും ഇസ്രായേലിലുള്ളവർ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ മടക്കി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ വലിയ തോതിൽ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഉണ്ടാകില്ല, മറിച്ച് എയർ ഇന്ത്യയും ഇൻഡിഗോയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒഴിപ്പിക്കലായിരിക്കും ഇസ്രായേലിൽ നിന്നും ആവശ്യമെങ്കിൽ നടത്താൻ പോകുക. അതും ആ കാര്യത്തിലും വരും ദിവസങ്ങളിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറിച്ച് മറ്റൊരു കാര്യം, ഇപ്പോൾ ആശങ്കയായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സംഘർഷത്തിൽ ഒരു അയം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു, അത് വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ആശങ്ക പുറപ്പെടുവിച്ച്
അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിലുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അതിലും വ്യക്തമായിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള എണ്ണ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ ഇന്ത്യ കൃത്യമായി അപലപിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യ വ്യാപാരത്തെയും അതുപോലെ തന്നെ ഊർജ്ജ വിതരണത്തെയും അത് ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ തന്നെ അതുവഴി വിതരണം തടസ്സപ്പെട്ടാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് പഠിച്ചു വരികയാണ്. ഏത് രീതിയിലാണ് അത് തരണം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടി നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ ഊർജ്ജ വിതരണത്തിന് വലിയ രീതിയിൽ ആശങ്കയില്ല. 25 ദിവസത്തെ എണ്ണ സ്റ്റോക്ക്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് നിലവിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഈ ആ സ്റ്റോക്ക് കഴിയുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 നടപടികൾ കൂടി ഇന്ത്യ എടുത്തിരിക്കുന്നു. ഒന്നാമത്തേത് റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങിക്കുക എന്നുള്ള കാര്യമാണ്. അക്കാര്യം തന്നെയാണ് ഈ ഹോർമുസ് കടലിടുക്ക് അതുവഴി വഴിതിരിച്ചു വിടാത്ത എണ്ണ വിതരണത്തിലേക്ക് നമ്മുടെ കമ്പനികൾക്ക് ആക്സസ് ഉണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തേത് ഈ കടലിടുക്ക് അടച്ചത് കൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ പല എണ്ണ ടാങ്കറുകളും ഇന്ത്യൻ തീരങ്ങളിൽ നങ്കൂരമിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവയിലെ എണ്ണ ഇന്ത്യയിലേക്ക് വാങ്ങിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസ് നടത്തുക എന്നുള്ള കാര്യം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള നിരവധി സ്റ്റെപ്പുകൾ നിലവിൽ കേന്ദ്ര സർക്കാർ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. അർജുൻ പീതാംബരനാണ് വിഷയം. നിലവിലെ മധ്യപൂർവേഷ്യയിലെ സാഹചര്യം ഇന്ത്യ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ, അതിന് വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. എന്തായാലും കണ്ടിന്യൂസ് ആയി തന്നെ അവിടെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്, നയതന്ത്രപ്രതിനിധികളുമായി ബന്ധപ്പെടുന്നുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എന്നാണ് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.